തമാശക്ക് പോലും ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയാം, നിങ്ങളുടെ സ്വന്തം മക്കളോട് തമാശക്ക് പോലും പറയാൻ പാടില്ല ഹലാക്ക് എന്ന് പറയാൻ പാടില്ല. ഹലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നാശം. സ്വന്തം മക്കളോട് തമാശക്ക് പോലും പറയാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ അടുത്ത് ഒരാൾ ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറഞ്ഞു, ഇവൻ എത്ര പറഞ്ഞാലും നന്നാകണില്ല എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ അരികിലേക്ക് ഒരാള് സ്വന്തം മോനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, മഹാനവരുകളോട് പറഞ്ഞു, എത്ര പറഞ്ഞാലും ഇവൻ നന്നാകണില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ കുഴപ്പം മനസ്സിലാക്കി. അങ്ങനെ മഹാന്മാർക്ക് മുഖം കാണുമ്പോ തിരിയും. ഫിറാസത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മഹാന്മാർക്ക് മുഖം കാണുമ്പോ ഓരോരുത്തരും മനസ്സിലാക്കാൻ കഴിയും. അതിന് ഒരുപാട് ചരിത്രം പറയാണ്ട് ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞാലും പിന്നെ അത് വേറെ വഴിക്ക് പോകണോണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾക്ക് മനസ്സിലായി കുഴപ്പം എവിടെയാണ്. ഈ കുട്ടിന്റെ ബാപ്പാനോട് ചോദിച്ചു, എന്താ ചോദിച്ചതെന്നറിയോ? അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളെ മോനെ ശപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ബാപ്പ പറഞ്ഞു, അതെ, ഒരിക്കൽ ഇവൻ വല്ലാതെ കുസൃതി കാണിച്ചപ്പോ ഇവനോട് ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും നന്നാവൂലടാ. അങ്ങനെ പറയാറില്ല ചിലപ്പോ. ചില ഉപ്പ പറയും, എന്തെങ്കിലും ഒന്ന് കാണിച്ച അവൻ നല്ലാവാല. ഭാര്യനോട് പറയും, മോനെ കാണിച്ചിട്ട്, ഒരു മോനെ കാണിച്ചിട്ട് സ്വന്തം ഭർത്താവ് ഭാര്യനോട് പറയും, അവൻ നല്ലാവൂലടി, അവൻ നല്ലാവാല. ബാക്കി ഓണ്ട ബക്കിയെന്നൊക്കെ ചൊല്ല, അവന്റെ ബക്കിയും ചൊല്ല, ഓണ്ട ബക്കിയെന്നൊക്കെ ചൊല്ല ധൈര്യല്ലേ, നല്ലാവാല. അത് മതി നന്നാകാതിരിക്കാൻ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞു, എന്നാ അതാ കുഴപ്പം. കുഴപ്പം അവന്റേതല്ല, ഉപ്പാന്റെ കുഴപ്പം. പറയാൻ പാടില്ല അങ്ങനെ. നാവ് എന്നത് ശാപം പറയാനുള്ളതാണോ ശപിക്കാനുള്ളതാണോ? അല്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയാ, ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഒരു ട്രെൻഡാണ് ചർച്ചാ വിഷയം. എന്താ ചർച്ചാ വിഷയം എന്നറിയോ? ഓരോ ചെറുപ്പക്കാരനും ഓരോ അന്യ പെണ്ണുണ്ടാവും. ശരിക്കും മനസ്സിലാക്കും. ഞാന് അതിലേക്കൊരു മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയല്ല, പൊതുവെ ഞാൻ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോ ഇന്ന് ഇതൊക്കെ അതിലേക്കൊരു മോട്ടിവേഷൻ കൂട്ടാനുള്ള ഒരു വഴിയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയണില്ല. എന്താ, ഒരുത്തന് അവനൊരു ഗേൾഫ്രണ്ട്, പിന്നെ ഒരുത്തന് അവനൊരു ഗേൾഫ്രണ്ട്, എന്നിട്ട് ഇവർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം. ഇവന്റെ ചർച്ചാ വിഷയം അതാണ്. പഴയ കാലത്ത് വാപ്പ കാരണവന്മാരുടെ ചർച്ചാ വിഷയം പള്ളി ഉഷാറാക്കൽ എങ്ങനെ, മദ്രസ ഉഷാറാക്കൽ എങ്ങനെ, നാട്ടിലെ ദീനി പ്രവർത്തനങ്ങൾ ഉഷാറാക്കൽ എങ്ങനെ, ഇതായിരുന്നു ചർച്ചാ വിഷയം. ഇവരൊരു സ്ഥലത്ത് ഇങ്ങനെ കൂടുമ്പോൾ അവിടെ ചർച്ചാ വിഷയം എന്താ? ഇവർ ഈ കാമുകന്മാരുടെ ചർച്ചാ വിഷയം. അവളെടുത്തോ, എന്താ അവളെ മറുപടി, ഇവന്റെ മറുപടി എന്തോ, ചർച്ചാ വിഷയമാണ്. അതിനുവേണ്ടി ഒരു സ്ഥലത്ത് പോയി ഇവരിങ്ങനെ കൂടാണ്. ശൈത്വാനിയത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, അതിലൊരു സംശയമില്ല. സൂക്ഷിക്കണം നാവ്. അതുകൊണ്ടല്ലേ താബഴി പണ്ഡിതനായ ആമിർ ഇബ്നു അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ അരികിൽ ഒരാൾ വന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നോട് കുറച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആമിർ ഇബ്നു അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു ഈ വന്നയാളോട് പറഞ്ഞു, സംസാരിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അംസികി ശംസ, സൂര്യനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? സൂര്യനെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നാ ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കൂല. കാരണം എന്റെ ആയുസ്, എന്റെ സമയം എന്നത് സംസാരിച്ചു കൊന്നു കളയാനുള്ളതല്ല. സൂര്യനെ പിടിച്ചു നിർത്താൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ സംസാരിക്കാം. കാരണം എന്താണ്? ഈ സൂര്യൻ ഇങ്ങനെ നീങ്ങുന്നതനുസരിച്ച് ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു, സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയവും ആയുസ്സും വെറുതെ അനാവശ്യം സംസാരിച്ച് ആ സമയം കൊന്നു കളയാനുള്ളതല്ലോ. അതേ, എന്റെ ആയുസ് സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കാനുള്ളതാണ് കേട്ടോ. മഹാന്മാരവരുടെ ആയുസ് ചെലവഴിച്ചത് അതിനാണ്. ഓ ചെറുപ്പക്കാരേ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. ഒരു മിനിറ്റിന് വിലയുണ്ട്, ഒരു സമയത്തിന് വിലയുണ്ട്. മഹാന്മാരൊക്കെ എന്തിനാ സമയം ചെലവഴിച്ചത്? മഹാന്മാർ എന്തിനാ സമയം ചെലവഴിച്ചത്? അവരൊക്കെ ചെലവഴിച്ചത് ഇൽമു പഠിക്കാനാണ്. അവരൊക്കെ സമയം ചെലവഴിച്ചത് ഹദീസ് പഠിക്കാനാണ്. അതുകൊണ്ടല്ലേ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി വന്നു. ആരുടെ അരികിലാണ് മഹാനവരുകൾ വരുന്നത്? ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു. ആ
മഹാനരുടെ അരികിലേക്ക് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി വരികയാണ്. സലാം പറഞ്ഞില്ല, കെട്ടിപ്പിടിച്ചില്ല. അങ്ങനുണ്ടല്ലോ, ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ ഒരു കെട്ടിപ്പിടിക്കൽ ഒരു സുന്നത്തുണ്ടല്ലോ. അങ്ങനെ ഒരു കെട്ടിപ്പിടിച്ചിട്ടില്ല, സലാം പറഞ്ഞില്ല, ഒന്നുമില്ല. ഡയറക്റ്റ് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്താ വിഷയം? ഇങ്ങനൊരു ഹദീസ് നിങ്ങളിൽ നിന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ആ ഹദീസ് കേൾക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഡയറക്റ്റ് ചോദ്യം. അപ്പൊ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുത്തു. ആ ഹദീസ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഈ വന്ന സുഫിയാനു സൗരി തങ്ങളോട് ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാ, മനസ്സിലായില്ലല്ലോ. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അന സുഫിയാൻ, ഞാൻ സുഫിയാനാണ് റളിയല്ലാഹു അൻഹു. അപ്പ ചോദിച്ചു, എന്നാൽ എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാനുണ്ട്. എന്താ സംശയം? ഫമാ മനാകാൻ തുസല്ലിമ അലയ്യ, എന്തേ നിങ്ങൾ വന്ന ഉടനെ സലാം പറയാത്തത്? സുമ്മ തസ്അലാനിൽ ഹദീസി, സാധാരണഗതിയിൽ ക്രമം അങ്ങനെയാണല്ലോ, വന്ന ഉടനെ ഒരു സലാം പറയലല്ലേ, പിന്നെയല്ലേ ഹദീസിനെ കുറിച്ച് ചോദിക്കല്. നിങ്ങൾ എന്തേ വന്ന ഉടനെ ഹദീസ് അതാ സലാം പറയാത്തത്? ആദ്യം നേരെ ഹദീസ് ആണല്ലോ ചോദിച്ചത്, എന്തേ സലാം പറയാത്തത്? സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ആ മസ്അല എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ആദ്യം സലാം പറഞ്ഞിട്ടാണ് പിന്നെയാണ് ഹദീസ് ചോദിക്കേണ്ടത് എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എനിക്കൊരു പേടിയായി. എന്താണ് പേടി? ഖശീതു അൻ തമൂത ഖബല അൻ അസ്മഅൽ ഹദീസ മിൻകാ, നിങ്ങളിൽ നിന്ന് ഞാൻ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയാലോ എന്ന് ഞാൻ പേടിച്ചുപോയി. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഹദീസ് കേൾക്കണമെന്നൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഹദീസ് തന്നെ കേട്ടത്. പിന്നീടാകാം, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഹദീസ് തന്നെ കേട്ടത്. പിന്നീടാകാം നിങ്ങൾക്ക് സലാം പറയൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അവരുടെ സമയങ്ങളൊക്കെ അങ്ങനെയാണ്. പൂർവീകരുടെ സമയങ്ങളിലൊക്കെ വലിയ ബറക്കത്തുണ്ടായിരുന്നു. അവർ ഒന്നിരിക്കലോ നിസ്കാരത്തിലാണ്, അല്ലെങ്കിൽ ഹദീസ് പറയുന്നതിലാണ്. ചിരിക്കണ സ്വഭാവം അവർക്കില്ല.